ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി സദ്യ സ്പെഷ്യൽ കിഡിലൻ വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ ക്യാരറ്റും പച്ചക്കായയും ബീൻസും പിന്നെ ചേനയും ബീട്രൂട്ടുമാണ് എടുത്തിട്ടുള്ളത്. എല്ലാം ഓരോ കപ്പുണ്ട്. പക്ഷേ ബീട്രൂട്ട് മാത്രം ഞാനൊരു പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ആ ഒരു കളറ് വല്ലാണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് അത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. കഷ്ണങ്ങളെല്ലാം കുക്കായി കിട്ടാനുള്ള അത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം, 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ കൂടെ തന്നെ ഒരു ഉരുളക്കിഴങ്ങും 2-3 പച്ചമുളകും തക്കാളി ഇതുപോലെ വലിയ വലിപ്പത്തിൽ അരിഞ്ഞെടുക്കുക. പിന്നെ ഒരു പകുതി ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒറ്റ വിസിൽ മാത്രമേ വേണ്ടുള്ളൂ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. കൂടുതലായി കഴിഞ്ഞാൽ കഷ്ണങ്ങളെല്ലാം വെന്തൊടയും. ഇപ്പോൾ ഒരു വിസിലിന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് സാമ്പാറിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടത്. അതിനുവേണ്ടി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകും പിന്നെ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒന്ന് റോസ്റ്റ് ആയി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, അതായത് 1 മുറി തേങ്ങ. പിന്നെ കുറച്ച് കുഞ്ഞുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 പീസ് കുഞ്ഞുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി, ഇത്രയും പാകത്തിന് മതി. ഇനി ഇതിപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. കൂടുതൽ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. കറക്റ്റ് പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള വെണ്ടക്ക നമുക്ക് കുറച്ച് ഓയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒന്ന് വേവിച്ചെടുക്കുക വേണ്ടത്. കാരണം ഈ കുക്കറിൽ ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും അത് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ തുവരപ്പരിപ്പും മുരിങ്ങക്കായും കൂടിയിട്ട് ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ എന്തായാലും ഇതൊക്കെ ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി 1 1/4 കപ്പ് വെള്ളത്തിൽ കുതിർത്തിയിട്ടുള്ള വെള്ളമാണ്. പിന്നെ അരപ്പും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ പാകത്തിനാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കായപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് സാമ്പാർ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനൊരു 1 ടീസ്പൂൺ സാമ്പാർ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ മെല്ലെ ഇളക്കി കൊടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തൊടയും. അതുകൊണ്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കായത്തിൻ്റെയും ആ ഒരു തേങ്ങയുടെയും ഒക്കെ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിലേക്കുള്ള ഇനി താളിച്ചൊഴിക്കുക വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ ഒരു 2-3 വറ്റൽമുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. വറ്റൽമുളക് ഇട്ട് നന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് മാത്രമേ ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തീ നന്നായിട്ട് ആളിക്കത്താനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കരിഞ്ഞു പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു താളിച്ചത് നമ്മുടെ സാമ്പാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കിഡിലൻ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ കായത്തിൻ്റെയും വറുത്തരച്ചതിൻ്റെ ഇതൊക്കെ ആ ഒരു സ്മെല്ല് നല്ല കിഡിലൻ സംഭവമാണ് കേട്ടോ. നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഉടയാതെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ സാമ്പാർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഓണത്തിന് ഈ ഒരു സാമ്പാർ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ, സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.